അടുത്ത തവണ നിങ്ങൾ ഹോസ്പിറ്റലിൽ പോകുമ്പോൾ നിങ്ങളുടെ റിപ്പോർട്ട് ഒരു ഡോക്ടർക്ക് പകരം AI ആണെങ്കിലോ ചെക്ക് ചെയ്യുന്നത്? സർപ്രൈസ്ഡ് ആയല്ലേ? അതെ, ഇന്ത്യയിലുള്ള ഹോസ്പിറ്റൽസ് അടുത്ത 3 വർഷത്തിനുള്ളിൽ അവരുടെ ടെക്നോളജിയിലുള്ള ചെലവ് ഏകദേശം 25% വരെ വർദ്ധിപ്പിക്കാൻ പദ്ധതിയിടുന്നുണ്ട്. എക്കണോമിക് ടൈംസിന്റെ പുതിയ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലുടനീളമുള്ള ഹോസ്പിറ്റലുകളിൽ ഡിജിറ്റൽ ഇന്നോവേഷനിൽ കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഈ AI ടൂൾസ്, ഡാറ്റാ സിസ്റ്റംസ്, സ്മാർട്ടർ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് സോഫ്റ്റ്വെയർ, അങ്ങനെ. ബേസിക്കലി അവരെന്തിനാണ് ഈ ടെക്നോളജി യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഹോസ്പിറ്റൽ വിസിറ്റ് ഒക്കെ കുറച്ചും കൂടി ഫാസ്റ്റർ ആക്കാനും അതുപോലെ തന്നെ കുറച്ചും കൂടി എളുപ്പമുള്ളതാക്കാനും പിന്നെ ഈ ഡോക്ടേഴ്സിനൊക്കെ ബെറ്റർ ഡിസിഷൻ എടുക്കാൻ സഹായിക്കാനും ഈ എറേഴ്സ് എന്തൊക്കെ ഉണ്ടെങ്കിൽ, അതായത് ഈ തെറ്റുകൾ എന്തൊക്കെ ഉണ്ടെങ്കിൽ തിരുത്താനും പിന്നെ ഈ ബോറിംഗ് പേപ്പർ വർക്ക്സ് ഒക്കെ ഉണ്ടാവുമല്ലോ, അത് കുറക്കാനും കൂടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഈ AIക്ക് ഒരു പേഷ്യന്റിന്റെ പ്രീവിയസ് ഹിസ്റ്ററി അല്ലെങ്കിൽ DNA വെച്ചിട്ട് ഏത് ട്രീറ്റ്മെന്റ് ആണ് ബെറ്റർ ആയിട്ട് സ്യൂട്ട് ചെയ്യാന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഈ എക്സ്റേ ഒക്കെ ഫാസ്റ്റ് ആയിട്ട് സ്കാൻ ചെയ്യാൻ പറ്റും. പിന്നെ ഈ മെഡിക്കൽ നോട്ട്സ് ഒക്കെ എഴുതാനും സഹായിക്കും. അതിശയകരം എന്ന് പറയട്ടെ, ഇന്ത്യയിലുള്ള ചില ആശുപത്രികളിൽ ഇതൊക്കെ നടത്തി കഴിഞ്ഞു, അത് വർക്കിംഗുമാണ്. പക്ഷെ എല്ലാ ഹോസ്പിറ്റൽസിനും ഇതത്ര എളുപ്പമല്ല. കാരണം അവർക്ക് അവരുടെ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യിക്കണം, പേഷ്യന്റിന്റെ ഡാറ്റ പ്രൊട്ടക്ട് ചെയ്യണം, പിന്നെ എല്ലാ സിസ്റ്റത്തിനെയും ഒന്നിച്ച് കൊണ്ടുവരണം, അങ്ങനെ കുറേ ഉണ്ട്. സ്റ്റിൽ മാറ്റങ്ങൾ വളരെ പെട്ടെന്നാണ്. ഇനി കുറച്ച് വർഷത്തിനുള്ളിൽ നിങ്ങൾ അടുത്തുള്ള ഹോസ്പിറ്റൽസ് AI, ഡാറ്റ, ഓട്ടോമേഷൻ വഴിയൊക്കെ സ്മാർട്ട് ആവാം. ഇന്ത്യയുടെ ഹെൽത്ത് കെയർ സെക്ടർ ഡിജിറ്റൽ ആവുകയാണ്. അതെല്ലാവർക്കും സന്തോഷമുള്ള ഒരു വാർത്തയും കൂടിയാണ്.